മുഹമ്മദ് റിയാസ് നവംബർ 24-ാം തീയതി വളാഞ്ചേരി വട്ടപ്പാറ ഈ ദേശീയപാത നിർമ്മാണ പ്രദേശത്തേക്ക് പോയി അവിടെ ആ പ്രദേശം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ്: കേരളത്തിന്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന പദ്ധതി 2026-ലെ പുതുവർഷ സമ്മാനമായിട്ട് നാടിന് ഞാനങ്ങ് കൊടുക്കും. എങ്ങനെ കൊടുക്കും? സ്വന്തം പദ്ധതിയാണോ? അങ്ങ് കൊടുക്കും എന്ന് പറയും. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ആ കൊടുക്കും എന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പൊളിഞ്ഞതിന്റെ ഉത്തരവാദിത്വവും അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് എടുക്കണം. അല്ലാതെ അത് പറ്റില്ല. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ ക്രെഡിറ്റ് എല്ലാം അങ്ങ് എടുക്കുകയും ഇഷ്ടം പോലെ ഡ്രോൺ ഷോട്ട്സ് അടക്കം വെച്ചുകൊണ്ടുള്ള റീൽസും അതുപോലെ തന്നെ പരസ്യവും ഫ്ലക്സും എല്ലാം നാടുനീളെ വെച്ചു. ഹൈക്കോടതി ഉത്തരവുള്ളതാണ്. അതൊക്കെ മറികടന്നാണ് ഇത്രയും ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വരെ എത്ര ഫ്ലക്സാണ് മുഹമ്മദ് റിയാസിന്റെ പടമുള്ളത്. അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നും ആരും കാണരുത്, അതൊന്നുമല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ പൊതുമരാമത്ത് മന്ത്രി ഒന്നും ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പോൾ ഉത്തരവാദിത്തത്തോടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ റോഡ് തിരിച്ചങ്ങ് കൊടുപ്പിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുടേതാണ്, കേന്ദ്രത്തിൻ്റെതാണ്, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കൊണ്ടങ്ങ് തിരിച്ചു കൊടുപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയിൽ കാണുന്നത് പോലെ ആ തലയുടെ പ്രതിമയുണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ കൊടുക്കുന്നത് പോലെ കൊടുക്കാനുള്ളതൊന്നും അല്ല എന്നതാണ് എനിക്ക് ഡോക്ടർ അരുണിനോട് പറയാനുള്ളത്. അങ്ങനെ കൊടുത്തിട്ടും കാര്യമില്ല. നാട്ടുകാർ ഈ പ്രചാരണം എല്ലാം കണ്ടതാണ്.